എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഹരി എന്നുള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ നമ്മുടെ കാർ എടുത്തതിന് ശേഷം വണ്ടിയിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡുകളോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടി ട്രിപ്പെല്ലാം കഴിയുന്നതിന് ശേഷം പതുക്കെ നമ്മുടെ അപ്ഗ്രേഡ് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ ടയർ. നമ്മൾ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. ടയർ നിലവിൽ മാറ്റി 255 R16 നിലവിലുള്ള പ്രൊഫൈലൊക്കെ സെയിം ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നമ്മൾ കൂട്ടാൻ വേണ്ടി പോകണം. സ്റ്റോക്ക് വരുമ്പോൾ തന്നെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ പുറത്തേക്ക് വരുന്നില്ല. ഒരു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിലൊരു മാറ്റം അല്ല. അതന്നെ നമ്മുടെ അപ്ഗ്രേഡേഷൻ അതന്നെ. അതേപോലെ അത് പെർമിറ്റബിൾ ആയിട്ടുള്ള സൈസുമാണ്. നമ്മളിപ്പം നിലവിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ അതായത് 230/75 R16 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടയർ. അപ്പോൾ അതിന് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പറയുന്നത് 255/65 R16 എന്ന പ്രൊഫൈലുള്ള ടയർ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് യോക്കോഹാമയുടെ ജിയോലാൻഡർ ആണ്, G015 അപ്പോൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് എല്ലാം നമ്മുടെ ഫ്രണ്ടാണ്, അഡ്വൈസറും ഒക്കെയാണ്. അജയ് എന്നാണ് പേര്, അജയ് വാരിജം. അപ്പം അജയ് കാലങ്ങളായിട്ട് പുള്ളിയുടെ വണ്ടിയുടെ ടയറൊക്കെ മാറ്റുന്നത് ബാംഗ്ലൂരിൽ ഈ ഷോപ്പിൽ നിന്നാണ്. ഇത് യോക്കോഹാമയുടെ അതുപോലെ എനിക്ക് എല്ലാ ടയറുകളും മിക്സഡ് ബ്രാൻഡിൻ്റെ ഒരു ഷോറൂമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് JC റോഡിൽ യോക്കോഹാമൻ്റെ ഷോറൂമിലാണ്. മിലിവിഷൻസ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അവരുടെ യോക്കോഹാമ എല്ലാ ടയേഴ്സും ഉണ്ട്. യോക്കോഹാമ മാത്രമല്ല, ഇവിടെ ഉള്ള ബ്രാൻഡുകൾ യോക്കോഹാമയുണ്ട്, JK ഉണ്ട്, അപ്പോളോ ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡിൻ്റെയും ടയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ടയറൊക്കെ ഒന്ന് കാണാം. അപ്പം ഈ ടയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 255/65 R16 ആണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വിട്ട് കുറച്ച് കൂടും. നമ്മുടെ നോർമൽ ടയറിൽ നിന്ന് കുറച്ച് വിട്ട് നമുക്ക് കൂടും. അത് ഞാൻ സ്റ്റോക്ക് ആയിട്ടുള്ള റിമ്മിൽ തന്നെയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. നിലവിൽ ഇപ്പോൾ അലോയ് വീൽസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് റിമ്മിൽ തന്നെ നമ്മൾ ഈ ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ബാലൻസിങ്ങും ചെയ്യണം, അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യണം വണ്ടിയുടെ. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിലവിൽ നമ്മളിപ്പോൾ 4 ടയറാണ് മാറ്റുന്നുള്ളൂ, സ്റ്റെപ്പ് ചെയ്യുന്നില്ല. ടയർ റിമ്മെന്ന് അഴിക്കുകയാണ്.
ഇതിനാണ് വാക്സാ. നമ്മൾ വണ്ടിയുടെ വീലൊന്ന് ബാലൻസ് ചെയ്യണം. Other side okay. Either side okay. So other side okay ആണ്. മറ്റേ സൈഡിലൂടെ ഇവർ വെയിറ്റ് ഇടുകയാണ്. രണ്ട് സൈഡും ബാലൻസ് ആയി. ഓക്കെ ഓക്കെ റിപ്പോർട്ടും വന്നു. നമ്മുടെ ഫസ്റ്റ് ടയറിൻ്റെ ബാലൻസിങ് കഴിഞ്ഞു. അപ്പം നമ്മളത് ഫിറ്റ് ചെയ്യാണ്. അങ്ങനെ ഓക്കെ. പേരിനാണ് ശ്രീനിവാസ്. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട്. അപ്പോൾ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ നല്ല പെട്ടെന്ന് തീരും. ഫസ്റ്റ് ടയർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടില്ല ശ്രീ. നമ്മുടെ ആ ഒരു HD ടയർ മാറിയപ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഒരു കുറച്ച് വിട്ടും ഒന്നും അല്ലേ, ഓടിക്കുമ്പോഴുള്ള കംഫർട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം അല്ലേ. നമ്മളെ അലൈൻമെൻറ്റ് ചെയ്യാണ്. നമ്മൾ അലൈൻമെൻറ്റിൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ഇവർ. കാരണം അതിൻ്റെ സൈസ് ജാസ്തി ആയതുകൊണ്ട് അതിന് എക്സ്ട്രാ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. Steering adjustment right side சும்மா சென்டர் பண்ணிட்டு லாக் பண்ணிடுவாங்க. ஓகே, சென்டர் பண்ணி லாக் பண்ணுவாங்க. ഇതിലിപ്പോൾ ഒറ്റ നോട്ടം നോക്കി എന്താ മനസ്സിലാവും അല്ലേ, കുറേ റെഡും ഒരു ഗ്രീനും. അതുപോലെ സെൻറ്ററിലാക്കിയതിന് ശേഷം ലോക്ക് ചെയ്യണം.
ചെയ്യുന്ന അലൈൻമെൻറ്റും ലൈറ്റ് അടിക്കും. അവിടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് ആയിട്ടിരിക്കുന്ന അത് കണ്ടോ സെൻറ്ററിലേക്ക് വന്നു കണ്ടോ ഇപ്പോൾ ഗ്രീൻ ആയി. അങ്ങനെ കംപ്ലീറ്റ് ഗ്രീൻ ആയി കഴിഞ്ഞാൽ പ്രോപ്പർ അലൈൻമെൻറ്റിലായി നമ്മുടെ വണ്ടിയുടെ. ആണ് പറഞ്ഞ സെൻറ്ററിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്യണം അല്ലേ. സോ അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള നാഗരാജാണ് ഈ ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ടയറൊക്കെ എടുത്തു തന്ന പുള്ളിയാണ്. It's available in Yokohama, Continental, Bridgestone, Goodyear and Michelin. And Pirelli also. Pirelli. Okay. Goodrich? BF Goodrich? The BF Goodrich only some limited sizes, not all sizes. It's only on 265, 60, 18. For Endeavour, Fortuner. Okay. Thar? Thar comes even, you can latest Thar also, 18 inches. Thank you. സോ ഇതിവരുടെ ഓഫീസാണ്. ഇവിടെ കുറേ ടയറുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സെപ്പറേറ്റ് ഗോഡൗൺ ഉണ്ട്. ഇതല്ലാതെ തന്നെ അല്ലേ സെപ്പറേറ്റ് ഗോഡൗൺ ഉണ്ട് ഇവർക്ക്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് യോക്കോഹോമയാണ് കൂടുതൽ. എല്ലാ സ്ഥലത്തും യോക്കോഹോമയാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ ഈ പുള്ളി ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്നുണ്ട്. I'll show the button, BF Goodrich. ഓക്കെ. സോ നമുക്ക് താറിൻ്റെ BF Goodrichൻ്റെ ടയർ കാണിച്ചിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പുതിയ 2020, 21, 22 മോഡൽ പുതിയ താറിൻ്റെ BF Goodrich size from 265, 60, 18. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചില്ല. അതിൻ്റെ റേറ്റും പുള്ളിയോടൊന്ന് ചോദിക്കാം. ഉപകാരപ്പെടുന്നത്. ഓക്കെ. 265, 60, 18 for the new car. ഓക്കെ. What's the price? This is expensive, 22,000 each tire. 22,000 per tire. Per tire. After discount. 22,000 രൂപ. ഇഷ്ടംപോലെ വെറൈറ്റി ടയേഴ്സ്. എല്ലാം നല്ല സൗകര്യമുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല. എത്ര വണ്ടികളാണെന്നാലും അതുപോലെ ഇവർക്ക് ഓൺലൈൻ സംവിധാനം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ചോദിച്ചതിന് ശേഷം ഞങ്ങളുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവൻ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റുമല്ലേ? നമ്മുടെ ബാലൻസിങ്ങും അലൈൻമെൻറ്റും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി കഴിഞ്ഞു. വണ്ടി സെറ്റായി. അപ്പോൾ ഞങ്ങളങ്ങനെ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് പതുക്കെ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ മാറ്റുന്ന ഈ ഒരു വീഡിയോ, അതായത് ടയർ മാറ്റി അലൈൻമെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്.